നമസ്കാരം. റിയൽ ന്യൂസ്. ബാലുശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CP സതീഷിന്റെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ബാലുശ്ശേരിയിൽ തുടക്കമായി. ബാലുശ്ശേരി കോട്ട ശ്രീ വേട്ടയ്ക്കൊരുമകൻ പരദേവതാ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷമാണ് പ്രചരണത്തിന് അദ്ദേഹം തുടക്കമിട്ടത്. ബാലുശ്ശേരിയുടെ മാറ്റത്തിന് വോട്ടർമാരുടെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു. ബാലുശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി CP സതീഷ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടു. ബാലുശ്ശേരി കോട്ട ശ്രീ വേട്ടയ്ക്കൊരുമകൻ പരദേവതാ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷമാണ് പ്രചാരണത്തിന് അദ്ദേഹം തുടക്കമിട്ടത്. നിരവധി പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച സതീഷിൻ്റെ നിയമസഭയിലേക്കുള്ള കന്നി മത്സരമാണ് ഇത്. ഞാൻ ബാലുശ്ശേരി നിയോജക മണ്ഡലം NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ബാലുശ്ശേരി ദേവനെ തൊഴുതിട്ട് പ്രചരണത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ഈ നാട്ടിലെ എല്ലാ ആളുകളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഇത്തവണ നിങ്ങളെല്ലാവരും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ താമര അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ചേളന്നൂർ SN കോളേജ് എന്നിവിടങ്ങളിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. BA സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദധാരിയാണ്. ചേളന്നൂർ SN കോളേജ് ABVP യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ബാലുശ്ശേരി എലത്തൂർ നിയോജകമണ്ഡലം യുവമോർച്ച ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, യുവമോർച്ച സംസ്ഥാന സമിതി അംഗം, BJP എലത്തൂർ മണ്ഡലം പ്രസിഡന്റ്, കോഴിക്കോട് റവന്യൂ ജില്ലാ സെക്രട്ടറി, BJP കോഴിക്കോട് റൂറൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പ്രമാദമായ ചെറുവണ്ണൂർ സർക്കാർ ഭൂമി കയ്യേറിയ അബ്ദുൽ വഹാബിനെതിരെ സമരത്തിൽ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. പട്ടർപാലം ഏലിയറമല പ്രക്ഷോഭം ഉൾപ്പെടെ നിരവധി യുവജന ജനകീയ സമര പോരാട്ടങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. CP സതീഷ് 2 തവണ ജയിൽവാസവും അനുഷ്ഠിച്ചു. ശ്രീകലയാണ് ഭാര്യ. കല്യാണി, മീനാക്ഷി എന്നിവർ മക്കളാണ്. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.